الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. أما بعد. സഹോദരങ്ങളെ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും അതിലെ മഹത്തരമായ ഗുണപാഠങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. മൂസ നബി അലൈഹിസ്സലാമിന് റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യത്തെ വഹി നൽകിയ രംഗമാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ അവിടെയാണ് എത്തിയത്. അല്ലാഹു റബ്ബുൽ ആലമീൻ മൂസ നബി അലൈഹിസ്സലാമിനോട് ഫിർഔനിൻ്റെ അരികിലേക്ക് ചെല്ലാനും അവനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനും കൽപ്പിക്കുകയുണ്ടായി. അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഓ മൂസ, നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഹിയ അസായ അതവക്കഉ അലൈഹ വഅഹുഷു ബിഹ അലാ ഗനമി വലിയ ഫീഹ മആരിബു ഉഖ്റ. റബ്ബേ, ഇതെൻ്റെ വടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. പക്ഷെ റബ്ബ് അവൻ്റെ ചില ഹിക്മത്തിനാൽ അവൻ ചോദ്യങ്ങൾ ചോദിക്കും. ഖാല ഹിയ അസായി, ഇതെൻ്റെ വടിയാണ്. അതവക്കഉ അലൈഹ വഅഹുഷു ബിഹ അലാ ഗനമി വലിയ ഫീഹ മആരിബു ഉഖ്റ. ഞാനിതിലൂന്നി നിൽക്കും, അതുപോലെ എൻ്റെ കാലികൾക്ക് കഴിക്കാനുള്ള ഇലകളും മറ്റും ഇതുകൊണ്ട് അടിച്ച് താഴേക്കിടും. വലിയ ഫിഹ മആരിബ് ഉഖ്റ, ഇതുകൊണ്ട് വേറെയും എനിക്ക് ആവശ്യങ്ങളുണ്ട്. മൂസ നബി അലൈഹിസ്സലാം ഒരു വടി ഉപയോഗിച്ചിരുന്നു. മൂസ അലൈഹിസ്സലാം റാഇ ഗനമാണ്, ആടുകളെ മേയിച്ച നബിയാണ്. അള്ളാഹുവിൻ്റെ നബിമാരെല്ലാം ആടുകളെ മേയിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി അങ്ങയോ? നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാനും അത് ചെയ്തിട്ടുണ്ട് മുമ്പ് മക്കയിലായിരിക്കെ. കാരണം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അവയെ മേയ്ക്കുക എന്നത് അവയ്ക്കുള്ള മസാലഹ്, അവയ്ക്കുള്ള നന്മകൾ എന്താണ്, അതിന് ഭക്ഷണം എവിടെ കിട്ടും, അതിന് നല്ല വെള്ളം എവിടെ കിട്ടും, അങ്ങോട്ടേക്കാണ് ഇടയന്മാർ അതിനെ കൊണ്ടുപോവുക. അതിന് അപകടം വരുത്തുന്ന വഴിയിലേക്കൊരിക്കലും ഒരു റാഇ ഗനം, ഒരു ആട്ടിടയൻ അതിൻ്റെ ആടുകളെ കൊണ്ടുപോവുകയില്ല. അള്ളാഹുവിൻ്റെ നബിമാർ അവരുടെ ഉമ്മത്തിനെ അവരുടെ മസാലിഹ്, അവരുടെ നന്മകൾ, അവർക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ഏതാണോ അതിലേക്ക് മാത്രമാണ് നയിക്കുക. അവർക്ക് ഉപദ്രവകരമായ കാര്യങ്ങളിൽ നിന്ന് തടയും. എന്നു മാത്രമല്ല, ഇങ്ങനെ ചിതറിപ്പോവുക ഈ ആടുകളുടെ സ്വഭാവമാണ്. അതിനെ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ഇടയൻ ചെയ്യുക. അതുപോലെ ചില ഹയവാനുകൾക്ക്, ചില ജന്തുക്കൾക്ക് അതിൻ്റെ സ്വഭാവമുണ്ട്. അതുമായി കൂടിക്കലർന്നവർക്കും അതിൻ്റെ മാംസം അധികം കഴിക്കുന്നവർക്കും അതിൻ്റെ സ്വഭാവം പകരുമെന്നാണ്. അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മദാരിജു സാലിക്കീൻ ഫി മനാസിലി സായിരീൻ എന്ന ശ്രേഷ്ഠമായ ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. മുൻഗാമികൾ പറഞ്ഞ കാര്യമാണത്. സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തിൻ്റെ തഫ്സീറിൽ മാ മിൻ ദാബത്തിൻ ഫിൽ അർദി വലാ തായിറിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും എന്ന ഖുർആനിലെ ആയത്ത്, അഥവാ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഏത് ജന്തു ആകട്ടെ
അതുപോലെ ആകാശത്തുകൂടെ പറക്കുന്ന പറവയാകട്ടെ ഇല്ല ഉമമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഉമ്മത്തുകളാണ്. എന്നായത്തിൻ്റെ തഫ്സീറിൽ മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് കാണാം, മനുഷ്യർക്കുള്ള ഈ ജന്തുക്കൾക്കുള്ള സ്വഭാവങ്ങൾ മനുഷ്യരിൽ കാണാം. ചില വളരെ മോശമായ ജന്തുക്കളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ ചിലരെ ഉപമിച്ചത് ഈ അർത്ഥത്തിലാണ്. അതുപോലെ ഷർറ് മാത്രം കഴിക്കുന്ന നജസുകൾ ഭക്ഷിക്കുന്ന ജന്തുക്കളെക്കുറിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ചില മനുഷ്യരങ്ങനെയാണ്, അവർ നിന്നിൽ നിന്ന് ഏത് നന്മ കണ്ടാലും തിരിഞ്ഞു നോക്കുകയില്ല, പക്ഷേ എന്തെങ്കിലും ഒരു പോരായ്മ നിന്നിൽ കണ്ടാൽ ചാടി വീഴും. അത് ഈ ജന്തുവിൻ്റെ സ്വഭാവമാണെന്ന് പറഞ്ഞത് കാണാം. അതുപോലെ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ആയത്തുകൾ അവൻ നൽകുകയും എന്നാൽ അത് വിട്ട് അറിവ് ലഭിച്ച് എന്നാൽ അതിന് ശേഷം ആ ദീൻ ദുനിയാവിന് പകരമായി വിൽക്കുകയും പിശാചിനെ പിൻപറ്റുകയും സ്വന്തം ഹവക്ക് പിന്നാലെ പോവുകയും ചെയ്ത ആളുകളെ കെൽബിനോട് അള്ളാഹു ഖുർആനിൽ ഉപമിച്ചത് കാണാം. അള്ളാഹു പറഞ്ഞു, അങ്ങേയറ്റം മോശമായ ഉപമയാണ് അവർക്കുള്ളത്. നസഅല്ലാഹു അൽ അഫ്വ വൽ ആഫിയ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ആ ജന്തുവിൻ്റെ സ്വഭാവം എന്തെന്നാൽ അത് ആർത്തി അതിൻ്റെ സ്വഭാവമാണ്. ഒരു നായ്ക്കളുടെ ഒരു ഉമ്മത്തിന് തിന്നു തീർക്കാനുള്ള ഒരു മൃതശരീരം കിട്ടിയാൽ പോലും അതെന്ത് ചെയ്യും? പരസ്പരം കടിപിടി കൂടിയിട്ടേ തിന്നുള്ളൂ എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. അതുപോലെ ഈസാർ, മറ്റുള്ളവർക്ക് മുൻതൂക്കം നൽകുക, അവരെ കൂടുതൽ പരിഗണിക്കുക, ഈ സ്വഭാവമുള്ള ജന്തുക്കളുണ്ട്. കോഴിയെക്കുറിച്ച് പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞത് കാണാം. അതിന് ഒരൊറ്റ ധാന്യമണിയാണ് കിട്ടിയത് എങ്കിലും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി ചിള്ളി മറിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ള ഒന്നിന് പങ്കുവെക്കാനുള്ള സ്വഭാവം അതിനുണ്ട്. ഇങ്ങനെ ജന്തുക്കൾ പലതും പല സ്വഭാവക്കാരാണ്. മനുഷ്യരും ഇതുപോലെ എന്ന് ഞാൻ നേരത്തെ ഓതിയ ആയത്തിൻ്റെ തഫ്സീറിൽ മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതമായ സംസ്കാരവും സ്വഭാവവും വെച്ചു പുലർത്തുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വളരെ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണിത്. നോക്കുന്ന ആളുകൾ അവരുടെ ഇൻസാനിയത്തിൽ നിന്ന്, മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് ഹയവാൻ്റെ സ്വഭാവത്തിലേക്ക് പോയിപ്പോകുക വളരെ മോശമായ കാര്യമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്ന് നേരെ തിരിച്ച് മലായിക്കത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുന്ന കാര്യങ്ങളിലേക്ക് നമ്മെ നയിച്ചത് കാണാം. ഉദാഹരണത്തിന് നോമ്പ് നോക്കൂ. നോമ്പ് അള്ളാഹുവിന് വേണ്ടി ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുകയും അത് നമ്മുടെ ആവശ്യമായത് ഈ ഭക്ഷണപാനീയങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. ഒരുവൻ തോന്നിയത് തിന്നുക, തോന്നിയത് കുടിക്കുക എന്നിങ്ങനെ ജീവിക്കുമ്പോൾ അവൻ ആരോടാണ് സാദൃശ്യപ്പെടുന്നത്? ജന്തുക്കളോടാണ്, മൃഗങ്ങളോടാണ്. അതേസമയം അള്ളാഹുവിന് വേണ്ടി അവൻ ഒരു സമയം, നിശ്ചിത സമയമെങ്കിലും അത് അവന് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അവൻ മലായിക്കത്തിനോട് സാദൃശ്യപ്പെടണം. നോമ്പിൻ്റെ ഹിക്മത്തുകളിൽ ഒന്നായി പണ്ഡിതന്മാർ അത് എണ്ണിയത് കാണാം. വൃത്തികെട്ട ആളുകളോട് സാദൃശ്യപ്പെടരുത് എന്ന് നമുക്കറിയാം. നമ്മുടെ ദീനിലെ അടിസ്ഥാന പാഠമാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഖൗമിന് ഖാസ്സായ എന്തെങ്കിലും ഒരു സ്വഭാവം, ഒരു ഖൗമിന് പ്രത്യേകമായൊരു ശീലമുണ്ട്, അവരുടെ പ്രത്യേകമായൊരു വസ്ത്രമുണ്ട്, അവരുടേതായിട്ടാണ് അത് അറിയപ്പെട്ടത്. എല്ലാവരും പൊതുവായി ഉപയോഗിക്കുന്ന വസ്ത്രമോ വേഷമോ അതുപോലെ ശീലങ്ങളോ അതിൽപ്പെടുകയില്ല. പക്ഷേ ഒരു ജനതയ്ക്ക് അറിയപ്പെട്ടതാണ് എങ്കിൽ അതൊരു മുസ്ലിം അതിലേക്ക് ചാടാൻ പാടില്ല. അത് കുഫാറുകളുടേതും അതെ, ഫുസ്സാക്കുകളുടേതും അതെ. ഫുസ്സാക്കൾ, വൃത്തികെട്ട ആളുകളുടെ സ്വഭാവമായി മോശക്കാരായ ആളുകളുടെ അറിയപ്പെട്ട എന്തെങ്കിലും ശീലമുണ്ടോ അത് മുഅ്മിന് യോജിക്കുകയില്ല. അതുപോലെയാണ് മൃഗങ്ങളുടെ അവരോട് സാദൃശ്യപ്പെടുക എന്നത് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഖം വെട്ടാൻ എന്തുകൊണ്ട് പഠിപ്പിച്ചു? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, 40 ദിവസത്തിൽ കൂടുതൽ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. 40 ദിവസം, അതിൽ കൂടരുത് നഖം വെട്ടുക. അതുപോലെ ശരീരത്തിലെ കക്ഷത്തിലെയും അതുപോലെ ഗുഹ്യഭാഗത്തിലെയും ഒക്കെ രോമങ്ങൾ നീക്കം ചെയ്യുക. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇത് വളർത്തിയാൽ ആരോട് സാദൃശ്യപ്പെടുത്തില്ലേ?
ആരോട് സാദൃശ്യപ്പെടലായി? മൃഗങ്ങളോട് സാദൃശ്യപ്പെടലായി. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ മോശമായ സ്വഭാവത്തിന്, ക്രൂരതക്ക്, അതുപോലെ ആർത്തിക്ക്, കരുണയില്ലാത്ത പെരുമാറ്റത്തിന്, ഇതിനൊക്കെ അറിയപ്പെട്ടത് ജന്തുക്കളോട് മനുഷ്യൻ സാദൃശ്യപ്പെടുക എന്നത് ശ്രദ്ധിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു, ചില മൃഗങ്ങളോട് സഹവസിക്കുന്നതും അതിൻ്റെ മാംസം കഴിക്കുന്നതും അതിൻ്റെ സ്വഭാവം ലഭിക്കാൻ കാരണമാകും എന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹിംസ്ര ജന്തുക്കൾ, വേട്ടയാടി തേറ്റയുള്ള ജന്തുക്കൾ, അതുപോലെ നഖങ്ങൾ കൊണ്ട് വേട്ടയാടുന്ന പക്ഷികൾ, ഇതിൻ്റെയൊക്കെ മാംസം ഹറാമാക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ അതിൻ്റെ ഹൈക്മത്ത് ഇതാണ്. അതിൻ്റെ പല ഹൈക്മത്തുകളുണ്ടാകും. ഒരു ഹൈക്മത്ത് ഇതാണ്. എന്താണ്? അതിൻ്റെ സ്വഭാവം മനുഷ്യർക്ക് ലഭിക്കും എന്നതുകൊണ്ട്. അതുപോലെ അള്ളാഹു ഉദ്ദേശിച്ച വേറെയും ഹൈക്മത്തുകളുണ്ട്. നേരെ തിരിച്ചാണ് നല്ല സ്വഭാവമുള്ള ശാന്തതക്കും മറ്റും അറിയപ്പെട്ട ജന്തുക്കളുടെ മാംസം കഴിക്കുന്നു, അതുപോലെ അതിൻ്റെ കൂടെ സഹവസിക്കുന്നതും അതിൻ്റെ സ്വഭാവം ലഭിക്കാൻ കാരണമാകും. ആടുകളെ അള്ളാഹുവിൻ്റെ നബിമാർ മേയിച്ചതിൽ ഇങ്ങനെ ഒരു ഹിക്മത്തുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അസ്സക്കീനതു, സമാധാനം അത് ആടുകളെ മേയ്ക്കുന്നവരുടെ കൂടെയാണ്. അതേസമയം ഗിൽറത്ത്, പരുക്കൻ സ്വഭാവം, ഇത് ഒട്ടകങ്ങളുടെ ആളുകളോടൊപ്പമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അതിന് ആ സ്വഭാവമുണ്ട്. അതിന് ചില സമയത്തൊരു നുഫൂർ ബാധിക്കും, ഒരു നിഫാർ ബാധിക്കും, അഥവാ അത് മതമിളകുന്നത് പോലൊരു സ്വഭാവം ഉണ്ടാകും. അപ്പോൾ ഇത് ഗിൽറത്തും ഷിദ്ദത്തുമെല്ലാം അതിൻ്റെ ആളുകളോടൊപ്പമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അള്ളാഹുവിൻ്റെ നബിമാർ ആടുകളെ മേയിച്ചിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതെ. മൂസാ നബി അലൈഹിസ്സലാം അതുകൊണ്ട് ഈ വടി കയ്യിലുണ്ടായിരുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് എന്താണെന്ന് ചോദിച്ചു. അത് താഴേക്കിടാൻ പറഞ്ഞു. അത് താഴേക്കിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, അത് കുതിച്ചുപായുന്ന ഒരു പാമ്പായി തീർന്നു. ആ പാമ്പിൻ്റെ സ്വഭാവമായി അള്ളാഹു പറഞ്ഞത് കുതിച്ചോടുമെന്നാണ്. എന്നാൽ അതോടൊപ്പം അതിന് വലിയ ആകൃതിയുമുണ്ടായിരുന്നു. ഒരു വമ്പൻ പാമ്പായിരുന്നു അത്, വലിയ വലിപ്പമുണ്ടായിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരിനം പാമ്പുണ്ട്. പക്ഷെ അത് തീരെ തടിയില്ലാത്തതാണ്, നേർത്തതാണ്. വളരെ ശരവേഗത്തിൽ അത് സഞ്ചരിക്കും. പക്ഷെ അതിനെന്തില്ല? തടിയില്ല, വളരെ മെലിഞ്ഞതാണ്, നേരിയതാണ്. എന്നാൽ മൂസ അലൈഹിസ്സലാമിൻ്റേത് ഈ രണ്ട് സിഫത്തുകളും കൂടി ചേർന്നതാണ്. അതിവേഗം സഞ്ചരിക്കുകയും ചെയ്യും, എന്നാൽ അത് വലിയ ആകൃതിയുള്ളതുമാണ്, വലിപ്പമുള്ളതാണ്. ഇത് പാമ്പായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? മൂസ അലൈഹിസ്സലാം ഭയന്നുപോയി. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പേടിച്ചോടി. അല്ലാഹു റബ്ബുൽ ആലമീൻ മൂസ അലൈഹിസ്സലാമിനെ തിരിച്ചു വിളിച്ചു. ഇന്നി ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ, എൻ്റെ അരികിൽ എൻ്റെ റസൂലുകൾ പേടിക്കേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു. അതിനെ പിടിക്കാൻ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം പിടിച്ചാൽ അത് വീണ്ടും വടിയായി മാറുകയാണ്. അല്ലാഹു അക്ബർ, വലിയ അത്ഭുതമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും റബ്ബ്, അവനാണിതിങ്ങനെ മാറ്റുന്നത്. മനസ്സിലായില്ലേ? കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും റബ്ബാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുള്ള വസ്തുക്കളെ പടച്ചവനാണ് റബ്ബ്. ഞാൻ നേരത്തെ പറഞ്ഞ മൃഗങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, അത്ഭുതകരമാണ്. എന്തെല്ലാം സ്വഭാവത്തിലാണതുള്ളത്, എന്തെല്ലാം രൂപത്തിലാണതുള്ളത്. ആകൃതികൾ, അത് അതിൻ്റെ ഭക്ഷണം കഴിക്കുന്ന രീതി, അതിൻ്റെ പെരുമാറ്റം, അതിൻ്റെ താമസം, അതിൻ്റെ വരവ് പോക്കുകൾ അത്ഭുതകരമാണ്. അള്ളാഹു പടച്ച ജന്തുക്കളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. റബ്ബ് പറഞ്ഞതുപോലെ വയറ്റിൽ ഇഴയുന്നതുണ്ട്, 2 കാലിൽ സഞ്ചരിക്കുന്നുണ്ട്, 4 കാലിൽ സഞ്ചരിക്കുന്നതുണ്ട്, പല രൂപത്തിൽ എന്നതുപോലെ. ഇതിനെല്ലാം പടച്ച റബ്ബാണ്. അവൻ അതാ മൂസ അലൈഹിസ്സലാം വടിയിട്ടപ്പോൾ അതിനെ പാമ്പാക്കി മാറ്റുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന് ശേഷം ഈ മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ വളരെ അറിയപ്പെട്ടതാണല്ലോ സാഹിറുകളുമായിട്ടുള്ള മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മത്സരം. സാഹിറുകൾ, കാരണം ഫിർഔൻ മൂസാ നബി ചെയ്തതിനെ കുറിച്ച് സിഹറാണെന്നാണല്ലോ പറഞ്ഞത്. മൂസാ നബി തോൽപ്പിക്കാൻ സാഹിർമാരെ കൊണ്ടുവന്നു, സെഹറിൻ്റെ ആളുകളെ കൊണ്ടുവന്നു. സെഹർ കൊണ്ട് പല ഉപദ്രവങ്ങൾ ആളുകൾക്കുണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ സാധിക്കുമെന്ന് നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു, വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ
ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുമതിയോടെ അല്ലാതെ അവർക്ക് ആരെയും ഉപദ്രവിക്കാൻ, സിഹർ കൊണ്ട് ഉപദ്രവിക്കാൻ സാധ്യമല്ല. അതിന് മറുവശം എന്താണ്? അള്ളാഹുവിൻ്റെ അനുമതിയോടെ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകും, വളരെ പ്രിയപ്പെട്ട ആളുകളെ പരസ്പരം തെറ്റിക്കും, അതുപോലെ ആളുകൾക്ക് രോഗമുണ്ടാക്കും, ചിലപ്പോൾ ആളുകളെ സെഹർ കൊണ്ട് കൊന്നുകളയും. പക്ഷേ സെഹർ കൊണ്ട് ഒരിക്കലും ഒരു വസ്തുവിനെ അതല്ലാത്ത മറ്റൊന്നാക്കി മാറ്റാൻ കഴിയില്ല. ഒരു വസ്തു, ഒരു കല്ലിനെ എന്താക്കി മാറ്റാൻ, സ്വർണ്ണമാക്കി മാറ്റാൻ ഒരു സാഹിറിന് ഒരിക്കലും സാധ്യമല്ല. ഒരു വസ്തുവിനെ അതിൻ്റെ ഹഖീഖത്തിൽ നിന്ന് മാറ്റാൻ സിഹർ കൊണ്ട് കഴിയില്ല. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് ഈ ഖൗം സാഹിറന്മാർ വടി താഴെയിട്ടു, കയറുകൾ താഴെയിട്ടു. യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹ തസ്അ. ആളുകൾക്ക് അവരുടെ സെഹർ കൊണ്ട് തോന്നുകയാണത് ഇതൊക്കെ ഓടുകയാണ്, ഇതൊക്കെ ഓടുന്ന പാമ്പാണ് എന്ന് തോന്നി. മൂസ അലൈഹിസ്സലാം വടി താഴെ ഇട്ടപ്പോൾ അത് തോന്നിയത് അത് യഥാർത്ഥ പാമ്പായി മാറുകയാണ്, ഇതിനെല്ലാം തിന്നുകയാണ്. ഫഉൽഖിയ അസ്സഹറതു സുജ്ജദ. സാഹിറന്മാർ മുഴുവൻ സുജൂദിൽ വീണു. അവർ ആമന്ന ബിറബ്ബി ഹാറൂന വ മൂസ. മുസാ നബിയുടെ ഹാറൂൻ നബിയുടെ റബ്ബിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. കാരണം അവർക്കറിയാം ഇതൊരിക്കലും സാഹിറിന് പറ്റാത്ത പണിയാണ്. ഇതൊരിക്കലും ആർക്ക് സാധിക്കില്ല? സാഹിറിന് സാധിക്കില്ല. ഒരു വസ്തുവിനെ അതിൻ്റെ ഹഖീഖത്ത് മാറ്റി മറ്റൊന്നാക്കുക, അത് ഒരു സാഹിറിന് മൂസ അലൈഹിസ്സലാമിൻ്റെ വടി അത് ശരിയായ പാമ്പായിട്ടാണ് മാറിയത്. ഇവരുണ്ടാക്കിയതിനൊക്കെ വിഴുങ്ങിക്കളഞ്ഞു, ഇതിനൊക്കെ വിഴുങ്ങി. സുബ്ഹാനല്ലാഹ്, അവരുണ്ടാക്കിയത്, അവർ ഈ കാണിച്ചു കൂട്ടിയത് ചില്ലറ പാമ്പിനൊന്നല്ല ആളുകൾക്ക് കാണിച്ചു കൂട്ടിയത്. വലിയ എണ്ണം ആളുകളൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് ഇത് രംഗം കാണാൻ. ഒന്നാകെ മൂസ അലൈഹിസ്സലാമിൻ്റെ പാമ്പ് വിഴുങ്ങി. അവർക്ക് മനസ്സിലായി ഇത് എന്തല്ല, കൺകെട്ടല്ല. കാരണം അത് യഥാർത്ഥ പാമ്പാക്കി മാറ്റുക എന്നത് സാഹിറിന് സാധ്യം. ഒരു വസ്തുവിനെ അതല്ലാത്ത മറ്റൊന്നാക്കി മാറ്റാൻ സാഹിറിന് സാധ്യമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് സാഹിറന്മാർ അവർക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു കല്ലെടുത്തിട്ട് എന്താക്കി മാറ്റുക, സ്വർണ്ണമാക്കി മാറ്റുക, എന്നിട്ട് സാഹിർ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായി മാറുക. ഇല്ല. ഏതെങ്കിലും ഒരു സാഹിർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഇല്ല. അവൻ്റെ കാണിച്ചു കൂട്ടൽ കണ്ടാൽ വിചാരിക്കുവാനാകെ ദുനിയാവിനാകെ എടുത്ത് മറിച്ചുവിടുമില്ല. ഇല്ല, ഇത് ശൈത്താൻ്റെ കളിയാണ്. ശൈത്താൻ അവൻ്റെ സഹായിയെ വട്ടം കറക്കുന്നവനാണ്. ശൈത്താൻ അവനെ ആരാധിച്ചവനെ കേവല സഹായങ്ങൾ ചെയ്തു കൊടുക്കും, പക്ഷെ അവസാനം എന്ത് ചെയ്യും? ശൈത്താൻ തന്നെ വട്ടം കറക്കും. തലാഉബ്, അവനെ കൊണ്ട് കളിക്കും ശൈത്താൻ. അല്ല, അത് അവനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ഒന്നിച്ചു കൂടിയത്. അവൻ ആരോട് സ്നേഹമുണ്ട്? ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂന മിൻ അസ്ഹാബിസ് സഈർ. അവൻ്റെ കക്ഷി അവൻ ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? ലിയകൂന മിൻ അസ്ഹാബിസ് സഈർ. സഈറാകും, കത്തിയാളുന്ന നരകത്തിൻ്റെ കക്ഷികളാകാനാണ് ശൈത്താൻ ക്ഷണിക്കുന്നത്. അള്ളാഹു പറഞ്ഞതുപോലെ കമഥലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മ കഫറ ഖാല ഇന്നി ബരീഉ മിൻക. മനുഷ്യനോട് നീ കാഫിറാകൂ എന്ന് പറഞ്ഞ പിശാചിനെ പോലെ കാഫിറായി. എന്നിട്ട് കൈപിടിക്കേണ്ട, സഹായിക്കേണ്ട ഏറ്റവും ആവശ്യമുള്ള സമയം വന്നപ്പോൾ നീ ബരീഉ മിൻക, ഞാൻ നീയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന ഗറൂറാണ്, പരമവഞ്ചകനാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്. അപ്പോൾ നോക്കൂ, മൂസ അലൈഹിസ്സലാം ഈ വടിയിട്ടപ്പോൾ അത് തോന്നലല്ല, അത് ഖയാലല്ല, അത് സാങ്കല്പികമല്ല, അത് യഥാർത്ഥ പാമ്പായി മാറുകയാണ്. മൂസ അലൈഹിസ്സലാം പേടിച്ചു. എന്നാൽ വീണ്ടും പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി മാറുന്നു. അല്ലാഹു അക്ബർ. രണ്ടാമത്തെ ആയത്ത് എന്താണ്? രണ്ടാമത്തെ അത്ഭുതം മുഅ്ജിസത്ത് എന്ന് അള്ളാഹുവിൻ്റെ നബിമാരുടെ അത്ഭുത സംഭവങ്ങളെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്. പിൽക്കാലത്തെ പണ്ഡിതന്മാർ ആണ് പൊതുവെ ആ ഒരു പദപ്രയോഗം നടത്തിയിട്ടുള്ളത്. പഴയ കാലത്തെ പണ്ഡിതന്മാർ ഒക്കെ പ്രയോഗിച്ചിട്ടുള്ള, ഖുർആനിലും സുന്നത്തിനും വന്നിട്ടുള്ള ഭാഷ പദപ്രയോഗം ആയ എന്നാണ്, ആയത്താണ്. അതുപോലെ ദലീലു നുബൂവത്തിൻ്റെ അടയാളം. ഇതൊക്കെയാണ് ഈ നബിമാരിലൂടെ ഉണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾക്ക് മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള പേരുകൾ, ആയാത്ത്. അതുപോലെ ദലീലു നുബൂവത്തിൻ്റെ തെളിവുകൾ. മുഅ്ജിസത്ത് എന്നത് പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം. എന്താണ് അതിൻ്റെ അർത്ഥം? മുഅ്ജിസ എന്നാൽ അജസ എന്നാൽ ഒരാളെ അശക്തനാക്കുക, ചെയ്യാൻ കഴിയുകയില്ല അല്ലാത്ത ആളുകൾക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പിൽക്കാലത്തെ പ്രയോഗമാണ്. എങ്കിലും ആളുകൾ അത് മനസ്സിലാക്കാൻ പ്രയോഗിച്ചു വരാറുണ്ട്. കാര്യം മനസ്സിലാക്കലാണല്ലോ പ്രധാനം.
പല കാര്യങ്ങൾക്കും അങ്ങനെ പിൽക്കാലത്ത് പ്രത്യേകം പദപ്രയോഗങ്ങളുണ്ട്. മുൻഗാമികളുടെ പദപ്രയോഗങ്ങളുടെ അർത്ഥം പലപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അത് ആളുകൾക്ക് മനസ്സിലാകാൻ കൂടുതൽ വ്യക്തത വരാൻ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കറാഹ എന്ന പദപ്രയോഗം, അക്റഹു, കറാഹത്ത് എന്ന് ഫുഖഹാക്കളുടെ ഭാഷയിൽ പിൽക്കാലക്കാർ പറയാറുള്ളത് നമുക്കൊക്കെ അറിയുന്ന കറാഹത്തിനാണ്. അഥവാ എന്താ, ഒഴിവാക്കിയാൽ നല്ലത്, പുണ്യകരം, പക്ഷേ ചെയ്താൽ എന്തില്ല, കുറ്റമില്ല. പക്ഷെ മുൻഗാമികൾ കറാഹത്ത് എന്ന് പ്രയോഗിച്ചത് ഹറാമിനായിരുന്നു. വളരെ മുൻഗാമികളായ പണ്ഡിതന്മാർ, ഇമാം ശാഫിഈ റഹിമഹുള്ള, അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രയോഗിച്ചത് കാണാം അക്റഹു, ഹറാമിന് അദ്ദേഹം പ്രയോഗിച്ചത് കാണാം. കാരണം ഖുർആന്റെ പ്രയോഗം അതാണ്, കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹ. ഈ പറഞ്ഞതെല്ലാം അല്ലാഹുവിങ്കൽ മക്റൂഹാണ്. അതിന് മുമ്പ് പറഞ്ഞ പാപങ്ങൾ ഏതൊക്കെ? ശിർക്കും, അതുപോലെ പിന്നെ മക്കളെ ദാരിദ്ര്യം ഭയന്ന് കൊലപ്പെടുത്തുക, വ്യഭിചാരം, കൊലപാതകം, യതീമിൻ്റെ സ്വത്ത് അന്യായമായി തിന്നുക, ഇങ്ങനെ വൻ പാപങ്ങളെ സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു എണ്ണി പറഞ്ഞതിന് ശേഷം റബ്ബ് പറഞ്ഞു കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹ. ഇതെല്ലാം അള്ളാഹുവിങ്കൽ മക്റൂഹാണ്. പഴയ കാലത്തെ പ്രയോഗം അതായിരുന്നു. അതുകൊണ്ട് ഇമാം ഷാഫിഈയുടെ ഏതെങ്കിലും ഒരു വാക്കെടുത്തിട്ട് ചില ആളുകൾ പറയുന്നതാണ്, ചില മുൻഗാമികളുടെ പണ്ഡിതന്മാർ സംഗീതത്തെക്കുറിച്ച് കറാഹത്ത് അല്ലെങ്കിൽ അക്റഹു എന്ന പ്രയോഗം എടുത്തിട്ട് അവർ കണ്ടു. കറാഹത്ത് മാത്രം, എന്തല്ല, ഹറാമല്ല. ചിലർക്കത് ദീനും കൂടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ശൈത്താൻ്റെ രാഗമാണ്. ലഹുൽ ഹദീസ് എന്ന് സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു വിലക്കിയ കാര്യത്തെ ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബിമാർ സത്യം ചെയ്തു പറഞ്ഞു, വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഗിനാ. സംഗീതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസുകളിൽ ശക്തമായ വിലക്ക് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ അത് കറാഹത്താകും. മുൻഗാമികളുടെ പദപ്രയോഗങ്ങളിൽ കറാഹത്ത് വന്നാൽ അർത്ഥം ഇതാണ്. കാരണം അവരുടെ പ്രയോഗം അങ്ങനെ. ഞാൻ പറഞ്ഞു വന്നത് ചില പദപ്രയോഗങ്ങൾ പിൽക്കാലത്ത് പണ്ഡിതന്മാർ അർത്ഥവ്യത്യാസത്തിൽ ഉപയോഗിക്കാറ്. അത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതേക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിരിക്കും. അതിലൊരു ആശയക്കുഴപ്പത്തിന് പ്രസക്തിയില്ല. മറിച്ച് അവരുടെ വാക്കുകൾ അതിൻ്റെ പിന്നാലെ കൂടി അത് നന്നായി മനസ്സിലാക്കിയ ആളുകൾക്ക് വളരെ കൃത്യമായി അത് മനസ്സിലാകും. അപ്പോൾ നോക്കൂ, മുഅ്ജിസത്ത് അല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ ആയത്തുകളിൽ ഒന്നാമത്തേതാണ് ഈ വടി താഴെ ഇട്ടാൽ അത് പാമ്പാവുക എന്നത്. രണ്ടാമത്തേത് എന്തായിരുന്നു? അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വദ്ഖിൽ, നീ നിൻ്റെ കൈ പ്രവേശിപ്പിക്കുക. എവിടെ? നിൻ്റെ ജെയ്ബിൽ എന്നാൽ കുപ്പായ മാറിലൂടെ കടത്തുക. ജെയ്ബ് എന്നത് നമ്മുടെ കീശക്ക് പറയാറുണ്ട്. അപ്പോൾ അത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഭാഷയിലുള്ള പ്രയോഗം. പക്ഷേ കുപ്പായ മാറ്, നമ്മൾ കഴുത്ത് ഉള്ളിലേക്ക് പോകുന്ന ഈ ഭാഗത്തിനാണ് എന്ത് പറയുക? ജെയ്ബ് എന്ന് പറയുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടില്ലേ, ലൈസ മിന്നാ മൻ ദറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദഅ ബിദഅവൽ ജാഹിലിയ്യ. മുഖത്തടിക്കുന്നവർ, അതുപോലെ കുപ്പായമാറ് വലിച്ചു കീറുന്നവർ, ജാഹിലിയത്തിൻ്റെ വിളിക്കുന്നവർ നമ്മിൽപ്പെട്ടവരല്ല. അഥവാ മുസീബത്തുകൾ ഉണ്ടായാൽ മുഖത്തടിച്ചു കരയുക, കുപ്പായം വലിച്ചു കീറുക, ജാഹിലിയത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുക, അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ജെയ്ബിലൂടെ, കുപ്പായമാറിലൂടെ, ആ കഴുത്ത് വരുന്ന കുപ്പായത്തിൻ്റെ തുളയിലൂടെ കൈ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക, കക്ഷത്തിലേക്ക് പ്രവേശിപ്പിക്കുക. എന്നിട്ട് കൈ പുറത്തേക്കെടുത്താൽ കൈ വെട്ടിത്തിളങ്ങും. ബൈദാഅ മിൻ ഗൈരി സൂഇൻ. ആയത്തുൻ ഉഖ്റ അല്ലാഹു പറഞ്ഞു, വെളുവെളുത്ത നിറത്തിൽ, ഒരു കറയുമില്ലാതെ, ഒരു അടയാളവുമില്ലാതെ. എന്നാൽ അതെന്തല്ല, വെള്ളപ്പാണ്ടും അല്ല. ആളുകൾക്ക് വെള്ളപ്പാണ്ട് ബാധിച്ചാൽ നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാമ വളരെ കടുത്ത രോഗങ്ങളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് കാവൽ തേടിയ രോഗങ്ങളിലൊന്നാണത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുനൂനി വൽ ജുദാമി വൽ ബറസി വസയ്യിൽ അസ്ഖാം. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുനൂൻ, ഭ്രാന്തിൽ നിന്ന്, അതുപോലെ വൽ ജുദാം, കുഷ്ഠരോഗത്തിൽ നിന്ന്, വൽ ബറസ്, വെള്ളപ്പാണ്ടിൽ നിന്ന്, വസയ്യിൽ അസ്ഖാം, മോശമായ എല്ലാ രോഗത്തിൽ നിന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കാവൽ തേടിയ രോഗമാണ്. അപ്പം അതുപോലുള്ള വെള്ളപ്പാണ്ട് കാരണത്താലല്ല, എന്തെങ്കിലും മോശത്തരം അതിലില്ല, അതുപോലെ വെട്ടിത്തിളങ്ങുകയാണ്, ഒരു ചന്ദ്രനെ പോലെ. അങ്ങനെ കൈ വെട്ടിത്തിളങ്ങും. കൈ കക്ഷത്തിലേക്ക് കൊണ്ടുപോയാൽ. അതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിനോട് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത് കാണാം, വദ്മും ഇലൈക ജനാഹക മിനർ റഹബ്. നീ നിൻ്റെ കൈ
നിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുക. ഭയമുണ്ടായാൽ, പേടിയുണ്ടായാൽ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെക്കുക. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, മൂസ അലൈഹിസ്സലാമിന് റബ്ബ് പ്രത്യേകമായി പറഞ്ഞതാണ് അത്. എങ്കിലും പേടിയുണ്ടാകുമ്പോൾ പൊതുവെ നെഞ്ചിൽ കൈവച്ചാൽ പേടി കുറയുമെന്നത് അത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞത് കാണാം. ഭയപ്പാടുണ്ടാകുമ്പോൾ അതൊക്കെ ഒരു പുണ്യകരമായ പ്രവൃത്തി എന്ന നിലക്കല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുൻകഴിഞ്ഞ നബിമാർ ചെയ്ത ഏത് പ്രവർത്തനവും നമ്മുടെ ശരീഅത്തിൽ അതേക്കുറിച്ച് എന്തു പറഞ്ഞു എന്ന് നോക്കാതെ അത് പുണ്യകരമാണ് എന്ന് പറയരുത്. ഉദാഹരണത്തിന് ചിലർക്ക് തെറ്റിദ്ധാരണ, വടി പിടിച്ചെടുക്കാനുള്ള സുന്നത്താണ്. ഒരു സഹീഹ് അല്ലാത്ത തീർത്തും ദുർബലമായ ഒരു ഹദീസും ചില ആളുകൾ അതിന് തെളിപിടിക്കാറുണ്ട്. നബിമാരുടെ മുഴുവൻ സുന്നത്താണെന്ത്? വടി പിടിക്കുക എന്നുള്ളത് അല്ല. അത് പുണ്യകരമാണെന്ന് പറയാൻ പാടില്ല. വടി പിടിക്കേണ്ട ആവശ്യമാണ്, വടി പിടിച്ചോളി, തെറ്റില്ല, അതിൽ കുറ്റമൊന്നുമില്ല. പക്ഷെ വടി പിടിച്ച് നടക്കുക എന്നുള്ളത് എന്തല്ല, അതൊരു സുന്നത്ത് അല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മദീനയുടെ പ്രത്യേകത തന്നെ എന്താണ്? കസീറത്തുൽ ഹവാമി വസ്സിബാ. മദീന ഒരുപാട് ഹിംസ്ര ജന്തുക്കളും വിഷജന്തുക്കളും പാമ്പും മറ്റുണ്ടായിരുന്ന സ്ഥലമായിരുന്നു എന്നാണ്. അന്ധനായിരുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബാങ്ക് വിളി കേട്ടാൽ നിസ്കാരത്തിന് വരാതിരിക്കാൻ ഇളവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുഖദ്ദിമയായി ആമുഖമായി പറയുന്നത് എന്താണ്? മദീനയിൽ മുഴുവൻ ഇതാണ്, ഞാൻ മസ്ജിദിലേക്ക് വരണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്ക് കേൾക്കുമോ വരണം. അദാൻ കേൾക്കുന്ന ദൂരത്താണ് ഒരാൾ താമസിക്കുന്നതെങ്കിൽ ജമാഅത്ത് വരിക നിർബന്ധമാണ്, പുരുഷന്മാർക്ക് നിർബന്ധമാണ്, വീട്ടിൽ നിസ്കരിച്ചാൽ പോരാ. വളരെ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, മൂസ അലൈഹിസ്സലാമിനോട് റബ്ബ് ഇങ്ങനെ ഈ രണ്ട് ആയത്തുകൾ, അഥവാ വടി താഴെ ഇട്ടാൽ പാമ്പാവുക, അതുപോലെ കൈ കക്ഷത്തിലേക്ക് പ്രവേശിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നാൽ വെട്ടിത്തിളങ്ങുക, ഈ രണ്ട് ആയത്തുകൾ അള്ളാഹു മൂസ അലൈഹിസ്സലാമിന് നൽകി. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം, വലഖദ് ആതൈനാ 9 ആയാതിൻ ബയ്യിനാത്ത്. മൂസാ നബി അലൈഹിസ്സലാമിന് നാം 9 ആയത്തുകൾ നൽകി. 9 ആയാതിൻ ബയ്യിനാത്ത് ഫസ്അൽ ബനി ഇസ്രായീല ഇദ് ജാഅഹും ഫഖാല ലഹു ഫിർഔനു ഇന്നി ലഅظുന്നുക യാ മൂസ മസ്ഹൂറ. മൂസാ നബിക്ക് നാം 9 ആയത്തുകൾ നൽകി. ഇസ്രായേൽ മക്കളോട് ചോദിച്ചു നോക്കൂ. ഫിറഔനിൻ്റെ അരികിലേക്ക് മൂസ അലൈഹിസ്സലാം ചെന്നു. അപ്പോൾ ഫിറഔൻ പറഞ്ഞു, ഞാൻ നിന്നെ കാണുന്നത് മസ്ഹൂറായിട്ട്, സെഹർ ബാധിച്ച ആളായിട്ടാണ്. അള്ളാഹുവിൻ്റെ നബിമാരോടെല്ലാം അവരുടെ വാക്കാണ്. സാഹിർ എന്ന് വിളിക്കും, മസ്ഹൂർ എന്ന് വിളിക്കും. സാഹിർ എന്ന് വിളിക്കും, സെഹർ ചെയ്യുന്ന ആളെന്ന് വിളിക്കും, സെഹർ ബാധിച്ച ആളെന്ന് വിളിക്കും. അതുപോലെ കാഹിൻ, ജോത്സ്യൻ എന്ന് വിളിക്കും, ഷാഇർ കവി എന്ന് വിളിക്കും, ഖദ്ദാബ് എന്ന് വിളിക്കും. അള്ളാഹുവിൻ്റെ നബിമാർ കേട്ട ദുരാരോപണങ്ങളും ദുഷ്പേരുകളുമാണ് അതെല്ലാം. അവരുടെ ദറജ അത് മുഖേന അള്ളാഹു അവർക്ക് ഉയർത്തി കൊടുക്കും. അവരുടെ ശത്രുക്കൾക്കാകട്ടെ അള്ളാഹുവിൻ്റെ കോപവും ശാപവുമാണ് അത് മുഖേന ലഭിക്കുക. നോക്കൂ, 9 ആയത്തുകൾ ഏതൊക്കെയാണ്? 9 ആയത്തുകൾ സംശയമില്ല, 2 ഈ 2 കാര്യങ്ങളാണ്. ബാക്കി 7 കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അറാഫിൽ 130-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വലഖദ് അഖദ്നാ ആല ഫിർഔന ബിസ്സിനീന വനഖ്സിൻ മിനൽ സമറാത്തി ലഅല്ലഹും യദ്ദക്കറൂൻ. നാം ഫിർഔനിൻ്റെ കൂട്ടരെ പിടികൂടി, ബിസ്സിനീൻ ക്ഷാമം കൊണ്ട്, വനഖ്സിൻ മിനൽ സമറാത്ത് കായ്കനികളിലെ കുറവ് കൊണ്ട്, ലഅല്ലഹും യദ്ദക്കറൂൻ അവർ ചിന്തിക്കാൻ, അവർ പാഠം ഉൾക്കൊള്ളാൻ. നോക്കൂ, അള്ളാഹുവിൻ്റെ കാരുണ്യമാണെന്ത്. അള്ളാഹു നബിമാരെ ഒരു കൂട്ടരിലേക്ക് നിയോഗിച്ച് അവർ അനുസരിക്കാതിരുന്നാൽ ആദ്യം ദുനിയാവിൽ തന്നെ ചെറിയ ചെറിയ ശിക്ഷകൾ കൊണ്ട് അള്ളാഹു അവരെ പിടികൂടും. എന്തിനു വേണ്ടിയാണത്? അവർ ഖേദിച്ചു മടങ്ങാൻ, അവർ നന്നാകാൻ, ആലോചിക്കാൻ. എന്നിട്ട് കേട്ടില്ല എങ്കിലോ അള്ളാഹു പിന്നെ അവരെ അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടും. സുബ്ഹാനല്ലാഹ്. അതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയുക. നസ്അലുല്ലാഹു അൽ ആഫിയ വസ്സലാം. വളരെ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇസ്തിദ്റാജ്, അള്ളാഹു പടിപടിയായി പിടികൂടുക. അള്ളാഹുവിൻ്റെ മക്റാണത്. അഥവാ അള്ളാഹു തന്ത്രം പ്രയോഗിക്കുകയാണ് കുതന്ത്രക്കാരോട്. അനുഗ്രഹങ്ങൾ ഏകി 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 തിന്മകൾ ചെയ്യുന്നേന അനുഗ്രഹങ്ങൾ. എന്തിനു വേണ്ടിയാണ്? പെട്ടെന്ന് പിടികൂടാൻ. പിന്നെ രക്ഷയുണ്ടാവുകയില്ല. അവൻ അതിൽ മതിമറന്നു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ അലാ മആസിഹി മാ യുഹിബ് ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്.
ഇദാ റഅയ്ത അല്ലാഹ യുഅ്തിൽ അബ്ദ അലാ മആസിഹി മാ യുഹിബ് ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് അള്ളാഹു അവൻ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് നീ കണ്ടാൽ ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അത് ഇസ്തിദ്റാജാണ് എന്ന് പറയാം. പടിപടിയായി അവനെ ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് അവൻ ആ സുഖത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പിടികൂടാൻ, പെട്ടെന്ന് റബ്ബ് പിടികൂടിയാൽ ഫൈദാഹും മുബ്ലിസൂൻ, അവരതാ വെപ്രാളപ്പെടുകയായി, ഒരു കാര്യവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. തിന്മകൾ ചെയ്യുന്നതിന് നിഅമത്തുകളൊന്നും കുറയുന്നില്ല, ചിലപ്പോൾ കൂടുകയാണ്. നീ വിചാരിക്കരുത് അള്ളാഹു നിന്നെക്കുറിച്ച് അശ്രദ്ധനാണ്. ഒരിക്കലുമല്ല. അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അല്ല, മറിച്ച് അത് ഇസ്തിദ്റാജായിരിക്കാം, പെട്ടെന്ന് പിടികൂടാനായിരിക്കാം. മറിച്ച് അള്ളാഹുവിൻ്റെ നിഅമത്താണ് യഥാർത്ഥത്തിൽ ഒരാളെ മുസീബത്തുകൾ കൊണ്ട് അവനെ അശ്രദ്ധയിൽ നിന്ന് ഉണർത്തുക എന്നത്. മുസീബത്തുകൾ പാപങ്ങൾ കാരണത്താലാണ് ഉണ്ടാവുക. അള്ളാഹു പാപങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങാൻ അത് കാരണമാക്കും. അതുപോലെ ഒരു ഗഫ്ലത്തിലായിരുന്ന ഒരാൾ, അശ്രദ്ധയിലായിരുന്ന ഒരാൾ യഖ്ലത്തിലേക്ക് കൊണ്ടുവരാൻ മുസീബത്ത് കാരണമാണ്. എത്രയോ ആളുകൾ തിന്മകളിൽ മുങ്ങിയിരുന്ന ആളുകൾ നന്നായത് അവരെ ബാധിച്ച ചില മുസീബത്തുകൾ കൊണ്ടായിരിക്കും. ഒരു പെട്ടെന്നൊരു അപകടം, ഒരു പ്രിയപ്പെട്ട ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടു, എന്തെങ്കിലും ഒരു അപകടം, അങ്ങനെ അള്ളാഹുലേക്ക് തൗബ ചെയ്തു മടങ്ങിയ എത്ര ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് യഥാർത്ഥത്തിൽ അവന് കിട്ടിയത്. കാരണം അവൻ നേരത്തെ ആ സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ച് പരലോകത്ത് നശിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അവൻ ഇതാണ്. ദുനിയാവിൽ ഈ താൽക്കാലികമായ മുസീബത്ത് അവനുണ്ടായി എങ്കിൽ അവനെ കാത്തിരിക്കുന്നത് ശാശ്വതമായ സആദത്താണ്, സൗഭാഗ്യമാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയവും സങ്കല്പിച്ചിട്ട് പോലും ഇല്ലാത്ത സ്വർഗമാണ് അവനെ കാത്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് യഥാർത്ഥത്തിൽ അവന് കിട്ടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് കിട്ടിയിട്ടുള്ളത്, യാതൊരു സംശയമില്ല. മുൻഗാമികൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ നിന്ന് നിന്നെ വഴിതിരിച്ച് കളയുന്ന, അശ്രദ്ധനാക്കി കളയുന്ന അനുഗ്രഹത്തെക്കാൾ നിനക്ക് നല്ലത് അള്ളാഹുലേക്ക് നിന്നെ അടുപ്പിക്കുന്ന മുസീബത്താണ്. അള്ളാഹുലേക്ക് നിന്നെ അടുപ്പിക്കുന്ന മുസീബത്താണ്. പക്ഷേ നീ മുസീബത്ത് ആഗ്രഹിക്കേണ്ടതില്ല, ആഫിയത്താണ് ആഗ്രഹിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുക എന്നത് എത്ര ശ്രേഷ്ഠമായ അമലാണ് നമുക്കറിയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തതമന്നൗ ലിഖാ അൽ അദു, ശത്രുവിനെ മുഖാമുഖം കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തതമന്നൗ ലിഖാ അൽ അദു, നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. മറിച്ച് വലാകിൻ സഅലുല്ലാഹൽ ആഫിയ, മറിച്ച് അള്ളാഹുവിനോട് നിങ്ങൾ ആഫിയത്ത് ചോദിക്കുക. സൗഖ്യത്തിൽ, സമാധാനത്തിൽ, സുരക്ഷയിൽ പോകാൻ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. ഫഇദാ ലഖീതും ഫസ്ബുതു, പക്ഷെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, പിന്തിരിഞ്ഞോടരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് ആഫിയത്ത് അള്ളാഹുവിനോട് ചോദിക്കുക, സൗഖ്യവും സുഖവും ചോദിക്കുക, മുസീബത്ത് ചോദിക്കേണ്ടതില്ല. അള്ളാഹു നമ്മെ അതിന് പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ, ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുകയാണ്. അദ്ദേഹം ആകെ മെലിഞ്ഞ് എല്ലും തോലുമായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംശയം തോന്നി. അയാളോട് ചോദിച്ചു, നീ എന്തെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ തേടാറുണ്ടായിരുന്നു, അള്ളാഹുവേ, നീ എനിക്ക് എന്തെങ്കിലും ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നീ അതെനിക്ക് ദുനിയാവിൽ തന്നെ തരണേ, പരലോകത്തേക്ക് മാറ്റിവെക്കരുത് എന്ന് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വമാ തുതീഖു ദാലിക്, സുബ്ഹാനല്ലാഹ്, എനിക്കൊരിക്കലും അത് താങ്ങാൻ സാധിക്കില്ല. നീ അള്ളാഹുവിനോട് തേടുക, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അദ്ദേഹം ഇത് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ രോഗം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നീ തേടുക, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. നബിയുടെ ധാരാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിരുന്ന ദുആകളിൽ ഒന്നാണിത്. അള്ളാഹു ദുനിയാവിൽ ഹസനത്ത് നൽകണേ. എന്താണ് ദുനിയാവിൽ ഹസനത്ത്? ആരോഗ്യം ദുനിയാവിൽ ഹസനത്താണ്, നല്ല ഇണ ദുനിയാവിൽ ഹസനത്താണ്, നല്ല അയൽവാസി, അതുപോലെ നിനക്ക് റിസ്ക്, നിനക്ക് ജീവിച്ചു പോകാനുള്ള റിസ്ക്, ഇതെല്ലാം ദുനിയാവിൽ ഹസനത്തിൽ പെട്ടതാണ്, സംശയമില്ല. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. ചില ആളുകൾ പറയും അത് ദീനിയായ പിന്നെ തഖ്വ ആണ് ദുനിയാവിൽ ഹസനത്ത്. അല്ല, അത് മാത്രമല്ല, ഇതൊക്കെ ദുനിയാവിൽ ഹസനത്തിൽ പെട്ടതാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. പരലോകത്ത് അല്ലാഹു എനിക്ക് ഹസനത്ത് നൽകണമേ, വഖിന അദാബന്നാർ, നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ. അള്ളാഹുവിനോട് മുസീബത്ത് ചോദിക്കേണ്ടതില്ല, മുസീബത്ത് ആഗ്രഹിക്കേണ്ടതില്ല, സ്വയം പീഡിപ്പിക്കേണ്ടതില്ല. അതെല്ലാം ഈ ദീനിൽ വിലക്കപ്പെട്ടിരിക്കുന്നു. നന്മ ആഗ്രഹിക്കുക, പക്ഷേ ശ്രദ്ധിക്കുക, ഇസ്തിദ്റാജ് വളരെ ശ്രദ്ധിക്കുക. തിന്മകളിൽ മുഴുകുന്നേന അനുഗ്രഹങ്ങൾ വരുന്നത് വളരെ ശ്രദ്ധിക്കുക.
അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ പ്രിയമുള്ളവരെ അള്ളാഹുലേക്ക് അടുക്കാൻ ദുആ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മുസീബത്തിൽ അള്ളാഹു ദുആക്ക് ഉത്തരം നൽകും. മറന്നു പോകരുത്. നിഅമത്തുകളിൽ അള്ളാഹുവിനെ മറക്കരുത്. തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ യഅരിഫ്ക ഫി ശിദ്ദ. നീ സുഖസന്തോഷത്തിൽ അള്ളാഹുവിനെ നിന്റെ സാന്നിധ്യം അറിയിക്കുക എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ, ദുആകൾ നീ സന്തോഷത്തിന് സമയത്ത് വർദ്ധിപ്പിക്കൂ. എന്നിട്ട് പ്രയാസഘട്ടത്തിൽ അള്ളാഹുവിനോട് തേടി നോക്കൂ, അള്ളാഹു ഉത്തരം നൽകും. അപ്പോൾ നോക്കൂ, അള്ളാഹു നബിമാരെ നിയോഗിച്ചാൽ ജനങ്ങളെ ഈ രൂപത്തിൽ ഒന്ന് മുസീബത്തുകൾ കൊണ്ട് പിടിക്കും. അതിൽ നന്നായില്ലേ പിന്നെ ആകാശത്ത് നിന്ന് അള്ളാഹു റിസ്കിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു കൊടുക്കും. അതിൽ മുങ്ങി നിൽക്കവേ പെട്ടെന്ന് പിടികൂടും. ഇങ്ങനെ ഖൈർ ലഭിച്ചാൽ പഴയ ഉമ്മത്തുകൾ, വിവരം കെട്ട ഉമ്മത്തുകൾ പറഞ്ഞിരുന്നു എന്നാണ്. അഹങ്കാരം നോക്കൂ നിങ്ങൾ. അവരാ സമയത്ത് പറയുമ്പോൾ ഞങ്ങളുടെ മുൻഗാമികൾക്ക് ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇടയ്ക്ക് സന്തോഷം, ഇടയ്ക്ക് സങ്കടം, പ്രയാസങ്ങൾ അനുഭവിച്ച് നന്നാകാത്തത് കാരണത്താൽ അള്ളാഹു നിഅമത്തുകൾ കൊടുത്താൽ പറയുകയാണെന്ത് ഇങ്ങനെ തന്നെയാണ് പണ്ട്. ഇതൊക്കെ കാലം ഇങ്ങനെ മാറി മറിയുമ്പോൾ സുഖമുണ്ടാകും, സന്തോഷമുണ്ടാകും, ദുഃഖമുണ്ടാകും. ഇതെല്ലാം നോക്കൂ ഒരു പ്രകൃതിയുടെ സഞ്ചാരത്തിൽ സംഭവിക്കുന്ന കേവലം കാര്യങ്ങളായി കാണുക. അള്ളാഹുവിൻ്റെ അതിലൊക്കെയുള്ള സുന്ന, റബ്ബിൻ്റെ നടപടിക്രമം മനസ്സിലാക്കാതെ പോവുക, അത് വളരെ അപകടകരമാണ്. അങ്ങനെ ഇരിക്കുകയാണ് അള്ളാഹു പിടികൂടുക, അങ്ങനെ ഇരിക്കുക റബ്ബ് പിടികൂടും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിഅമത്തിൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ, റബ്ബിനെ മറക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. വലിയ നിഅമത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ നിഅമത്തിൽ പട്ടിണി കിടക്കുന്ന ആരും എൻ്റെ മുന്നിലുണ്ട് ഞാൻ കരുതുന്നില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ ഭക്ഷണം നൽകിയിട്ടുണ്ട്, വെള്ളം നൽകിയിട്ടുണ്ട്, കണ്ണുകൾ തന്നിട്ടുണ്ട്, ആഫിയത്ത് നൽകിയിട്ടുണ്ട്, നിർഭയത ഏകിയിട്ടുണ്ട്. എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അവന് ശുക്ർ ചെയ്യുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മാസിയത്തുകൾക്ക് ഉപയോഗിക്കാതിരിക്കുക. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല ഈ 2 ആയത്തുകൾക്ക് പുറമേ അവർക്ക് നൽകിയ മറ്റ് 2 പരീക്ഷണങ്ങളാണ്, ആയത്തുകളാണ്. ഒന്ന് സിനീൻ, ക്ഷാമം, മറ്റൊന്ന് നഖ്സ് മിന സമറാത്ത്, കനികളിലും വിഭവങ്ങളിലുമുള്ള കുറവ്. ഇത് രണ്ടായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. ഒന്ന് ക്ഷാമം, തീരെ ഇല്ലാതായി പോവുക, മറ്റൊന്ന് കുറവ് സംഭവിക്കുക, സാധാരണ കിട്ടുന്നത് പോലെ വിളവ് കിട്ടുന്നില്ല. ഈ 2 ആയത്തുകൾ. അതുപോലെ അതേ സൂറത്തിൽ തന്നെ പിന്നെയുള്ള ആയത്തുകൾ നമുക്ക് കാണാം. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. فأرسلنا عليهم നാം അവർക്ക് നേരെ അയച്ചു തൂഫാൻ എന്താണ്? വെള്ളപ്പൊക്കം. അതുപോലെ ജറാദ് എന്നാൽ വെട്ടുകിളിയാണ്. വെട്ടുകിളികളെ കൂട്ടമായി അയച്ചു. വെട്ടുകിളികൾ എന്താണ് ചെയ്യുക? കൃഷി ഒന്നാകെ നശിപ്പിച്ചു കളയും. അതുപോലെ ഏത് ചെറിയ ജന്തുവാകട്ടെ, വളരെ നിസ്സാരമായ ജന്തുവാകട്ടെ, ഇത് എണ്ണത്തിൽ കൂടിയാൽ സുബ്ഹാനല്ലാഹ് ജീവിതമാകെ ദുസ്സഹമായി പോകും. അതുപോലെ കുമ്മൽ എന്നാൽ പേനാണ്. പേൻ പോലുള്ള ഒരു പ്രാണി, അതിനെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്കിടയിൽ വർദ്ധിപ്പിച്ചു. എവിടെ നോക്കിയാലും ഇത് എന്നവസ്ഥ. പാത്രം തുറന്നാൽ, വിരിപ്പിൽ, ഇങ്ങനെ. ദഫാദ എന്താ? തവളകൾ. അത് എവിടെ നോക്കിയാലും ഇത്, എങ്ങോട്ട് നോക്കിയാലും ഇതിൻ്റെ ശല്യം. ദം എന്നാൽ രക്തം എന്ന് പറഞ്ഞാൽ തഫ്സീറുകൾ കാണാം. അവർ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ശ്രമിച്ചാൽ അതിലും രക്തം. ഇങ്ങനെ എല്ലായിടത്തും രക്തം. ഈ ആയത്തുകൾ ഇപ്പം നോക്കൂ, എണ്ണി നോക്ക് നിങ്ങൾ. ഒന്ന് മൂസ അലൈഹിസ്സലാമിൻ്റെ 2 ആയത്തുകൾ. പടി താഴെയിട്ടാൽ അത് പാമ്പായി മാറുക. അതുപോലെ കൈ കക്ഷത്തിലേക്ക് പ്രവേശിപ്പിച്ച് പുറത്തെടുത്താൽ വെള്ള നിറത്തിലാവുക. പിന്നെ സിനീൻ, ക്ഷാമം. നഖ്സ് മിന സമറാത്ത്, കായ്കനികളിൽ വിഭവങ്ങളിലുള്ള കുറവ്. പിന്നെ തൂഫാൻ, ജറാദ്, കുമ്മൽ, ദഫാദ, ദം അഥവാ വെള്ളപ്പൊക്കം. അതുപോലെ വെട്ടുകിളി, പേൻ, തവള, രക്തം. ഇങ്ങനെ 9 ആയത്തുകൾ അവർക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകിയെന്നാണ്. പക്ഷേ എന്തായിരുന്നു അവരുടെ സ്വഭാവം? ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴും മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിൽ വന്നിട്ട് പറയും, യാ സാഹിർ ഉദ്ഉ ലനാ റബ്ബക്. സാഹിർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. സാഹിർ എന്ന് പരിഹസിച്ചതാണെന്ന് വിചാരിക്കരുത്. അവരുടെ നാട്ടിൽ സാഹിർ ബഹുമാനിക്കപ്പെടുന്ന ആളായിരുന്നു. കാരണം ദുആ ചെയ്യാൻ പറയുമ്പോൾ പരിഹസിച്ചിട്ട് വിളിക്കുമല്ലോ.
സാഹിറെ ഞങ്ങൾക്ക് കൊണ്ട് ദുആ ചെയ്യൂ എന്ന് പറയില്ലല്ലോ. യാ സാഹിറു ദുഅ ലനാ റബ്ബക ബിമാ അഹ്ദ ഇൻദക എന്ന് പറഞ്ഞാൽ അവരെ ഉമ്മത്തിൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന ആളുകളായിരുന്നു ആര്? സാഹിറുകൾ. അതൊരു വലിയ വിജ്ഞാനമായി പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് പിന്നെ സാഹിറുകളെ കൊണ്ടുവന്നത്. എന്ന് മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ഉമ്മത്തിലേക്കും നബിമാരെ അയക്കുമ്പോൾ നബിമാർക്ക് അത്ഭുതകരമായി ആയത്തായി മുഅ്ജിസത്തായി നൽകുക ആ ഉമ്മത്ത് പൊതുവെ മുന്നിൽ നിന്നിരുന്ന കാര്യങ്ങളായിരുന്നു എന്നാണ്. ഇവർ സിഹറിലായിരുന്നു. ഇതുകൊണ്ട് നോക്കുക, അവരെല്ലാ സിഹറിനെയും വെല്ലുന്ന ആയത്താണ് അള്ളാഹു മൂസ അലൈഹിസ്സലാമിന് നൽകിയത്. അതുപോലെ ഈസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് അവർ രോഗവും ചികിത്സ ഇങ്ങനെയുള്ള കാര്യത്തിൽ മുന്നിൽ നിന്നിരുന്നു. അള്ളാഹു ഈസ അലൈഹിസ്സലാമിന് നൽകിയ ആയത്തുകൾ നോക്കൂ. അന്ധനായ ആൾ വന്ന് മൂസ അലൈഹിസ്സലാം മുഖത്ത് തടവിയാൽ കാഴ്ച തിരിച്ചു കിട്ടും. എങ്ങനെയുള്ള അന്ധനാണ്? ജനിച്ചപ്പോഴേ അന്ധനായിരുന്ന ആൾ. മനസ്സിലായി? ആദ്യം കാഴ്ചയില്ല ഉണ്ടായി പിന്നെ പോയ അന്ധനല്ല, ജനിച്ചപ്പോഴേ കാഴ്ചയില്ലാത്ത അന്ധന്. അതുപോലെ വെള്ളപ്പാണ്ടുള്ള ആൾക്ക് ഇവരൊക്കെ ഈസ അലൈഹിസ്സലാം തടവിയാൽ സുഖപ്പെടുമായിരുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരുന്നപ്പോൾ അറബികൾ ഏറ്റവും മുന്നിൽ നിന്നിരുന്നതും അവർ പരസ്പരം മത്സരിച്ചിരുന്നതും ഏത് കാര്യത്തിലായിരുന്നു? സാഹിത്യത്തിൽ, കവിതയിലും മറ്റും സാഹിത്യത്തിലായിരുന്നു. അവരുടെ മുഴുവൻ സാഹിത്യങ്ങളെയും വെല്ലുന്ന ഏറ്റവും നല്ല വാക്കാണ്, ഒരാൾക്കും കൊണ്ടുവരാൻ സാധിക്കാത്ത ആയത്തുകളാണ് അള്ളാഹു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആൻ. ഏറ്റവും വലിയ മുഅ്ജിസത്ത്, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസ. അവരതിൽ മത്സരിച്ചവരും അതിൽ അഭിമാനം കൊണ്ടവരും ഒക്കെ ആയിരുന്നു. അപ്പോൾ നോക്കൂ, പറഞ്ഞു വന്നത് ഈ 9 ആയത്തുകൾ സന്ദർഭവശാൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു മൂസ അലൈഹിസ്സലാമിന് ഈ 2 ആയത്തുകൾ, ആദ്യം പറഞ്ഞ 2 ആയത്തുകൾ നൽകുകയും എന്നിട്ട് ഫിറഔനിൻ്റെ അരികിലേക്ക് ചെല്ലാൻ പറയുകയും ചെയ്തു. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആ സമയത്ത് ദുആ ചെയ്തു. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജഅൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉഷ്ദുദ് ബിഹി അസ്രി വഅശ്രിക്ഹു ഫി അംരി. റബ്ബേ, എൻ്റെ ഹൃദയം അതിന് നീ വിശാലത നൽകണമേ. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി, എൻ്റെ കാര്യം നീ എളുപ്പമാക്കി നൽകണമേ. വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി, എൻ്റെ നാവിലെ കെട്ട് നീ അഴിച്ചു നൽകണമേ. യഫ്ഖഹു ഖൗലി, അവർക്കെൻ്റെ വാക്ക് മനസ്സിലാക്കാൻ. മൂസ അലൈഹിസ്സലാമിൻ്റെ സംസാരത്തിൽ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു എന്നാണ്. അത് വന്നതിനെക്കുറിച്ചൊരു കഥ തഫ്സീറുകളിൽ കാണാം. അതെങ്ങനെ ഉണ്ടായി എന്നൊരു കഥ തഫ്സീറുകളിൽ കാണാം. ഞാൻ തഫ്സീറുകളിൽ ഇങ്ങനെ കഥ വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പ്രയോഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വന്നു എന്ന് പറയുമ്പോൾ പ്രയോഗം പ്രത്യേകം ശ്രദ്ധിച്ചു മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം സീറ, ചരിത്രം, അതുപോലെ തഫ്സീർ, ഇത് രണ്ടും പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കഥകൾ നമുക്ക് കാര്യം അതിൻ്റെ തെർത്തീബിൽ മനസ്സിലാക്കാൻ, സംഭവങ്ങൾ കോർത്തിണക്കാൻ വളരെ ആവശ്യമായി വരും. അത് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള ഇളവുമാണ്. മനസ്സിലായില്ല? അതും ഹദീസും എന്തല്ല, ഒരേ ദർജയിൽ മനസ്സിലാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, അതുപോലെ തഫ്സീറുകളിൽ വന്ന കഥകൾ, അത് എന്തില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പോലെ ആ സിഹത്തിൽ നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല, അത് സഹീഹാണെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല. പക്ഷെ അത് എന്തിന് സഹായിക്കും? കഥകൾ, സംഭവങ്ങളുടെ തെർത്തീബ് അതിൻ്റെ പരസ്പരമുള്ള കോർവ മനസ്സിലാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ളവർ അതിൻ്റെ സനദിൽ ഇളവ് നൽകിയിട്ടുണ്ട്. സീറ, മഗാസി, തഫ്സീർ, ചരിത്രങ്ങൾ, അതുപോലെ യുദ്ധകഥകൾ, അതുപോലെ തഫ്സീർ, ഇതിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണത്? അത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ. പക്ഷെ അത് വിധിവിലക്കുകൾക്ക് തെളിവാക്കിയെടുക്കാൻ വേണ്ടിയല്ല, വിധിവിലക്കുകൾക്ക് തെളിവ് ആക്കിയെടുക്കാൻ വേണ്ടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ആകട്ടെ അങ്ങനെ നബിയിലേക്ക് സഹീഹായ സനദിലൂടെ വന്നതല്ലാതെ നമുക്ക് പറയാൻ പാടില്ല, ഉദ്ധരിക്കാൻ പാടില്ല. അതേസമയം ഈ കഥകൾ എന്തിനു വേണ്ടിയാണ്? സംഭവങ്ങൾ അതിൻ്റെ കോറോ മനസ്സിലാക്കാൻ, അതിലെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഒക്കെ ഉപകരിക്കും. അതുകൊണ്ട് അഹ്ലുസുന്നത്തിന് ഉലമാ നൽകിയ ഇളവാണത്. ഞാൻ ഈ 2 പ്രയോഗിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. തഫ്സീറിൽ വന്ന കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പോലെ മനസ്സിലാക്കിയേക്കരുത്. അതായത് അത് രണ്ടും പരസ്പരം മാറിപ്പോകരുത്. തഫ്സീറുകൾ കാണാം, മൂസ അലൈഹിസ്സലാം ചെറിയ പ്രായത്തിൽ ഫിറഔൻ്റെ താടിക്ക് പിടിച്ചു വലിച്ചു. അപ്പോൾ ആൾ ഫിറഔനാണ്, ഉടനെ കൊല്ലാൻ ഉത്തരവിട്ടു. ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ചെറിയ കുട്ടിയാണ്, കൊല്ലരുത്. അപ്പോൾ ശരി, ബുദ്ധിയുണ്ടോ ഇല്ലേ? അപ്പോൾ എന്നെ പിടിച്ചത് കരുതി കൂട്ടിയിട്ടാണ്.
എന്നാണ് അവൻ്റെ ഭാവം. അപ്പം നോക്കൂ, ഒരു മലിക്, രാജാവ് ആണ് ഈ പറയുന്നത്. സാധാരണ ഒരാൾ പറയുമോ എങ്ങനെ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ചെയ്താൽ, കരുതി കുട്ടി ചെയ്താണ് അതിന് കൊല്ലണം എന്ന് സാധാരണ ഒരാൾക്ക് ദേഷ്യം പിടിക്കുമോ? പക്ഷെ സുബ്ഹാനല്ലാഹ്, നമ്മുടെ സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ എത്ര ബുദ്ധിയുള്ളവരാണെന്ന് ആലോചിക്കണം. നമ്മുടെ സലഫുകൾ, മുൻഗാമികൾ ചിലർ പറഞ്ഞത് കാണാം. മുആവിയ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വാക്ക്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മുലൂക്ക്, രാജാക്കന്മാർ, അവരുടെ കോപം നിങ്ങൾ സൂക്ഷിക്കണം. കുട്ടികൾ കോപിക്കുന്ന കാര്യത്തിന് അവർ കോപിക്കും, കുട്ടികൾ കോപിക്കുന്നതിന് അവർ കോപിക്കും എന്ന് പറഞ്ഞത് കാണാം. അതൊരു ഹിക്മത്താണ്, ഒരു 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 നല്ല വാക്കാണത്. കാരണം എന്തു നടപ്പിലാക്കാൻ സാധിക്കുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് വരെ ദേഷ്യം പിടിച്ചേക്കും. അതിൽ അത്ഭുതമില്ല. ഇതൊക്കെ ആരപ്പോൾ ഇങ്ങനെ എടുക്കുക എന്ന് നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നോക്കൂ, ഇവൻ പറഞ്ഞു കരുതിക്കുട്ടി ചെയ്താണ്. അപ്പോൾ അല്ല, ബുദ്ധിയില്ലാത്ത കുട്ടിയല്ല. ആര് പറഞ്ഞു? അങ്ങനെ ഒരു പാത്രത്തിൽ ചമ്മറും ഒരു പാത്രത്തിൽ ജമ്മറും കൊണ്ടുവന്നു എന്നാണ്. ജമ്മറും ചമ്മറ എന്താണ്? ഈത്തപ്പഴം. ജമ്മറ എന്താണ്? തീക്കനലാണ്. ഏതിലേക്ക് കൈ ഇടുമെന്ന് നോക്കാം. തഫ്സീറുകൾ കാണാം. മൂസ അലൈഹിസ്സലാം ചമ്മറിലേക്ക് കൈ നീട്ടി മലക്ക് കൈ തട്ടി തെറിപ്പിച്ചു എന്ന്. ജമ്മറെടുത്ത് വായിലിട്ടു. അങ്ങനെയാണ് എന്ത് സംഭവിച്ചത്? പൊള്ളി, പിന്നെ നാവിന് സംസാരത്തിൽ പ്രശ്നമുണ്ടായത് എന്ന് ഈ പറഞ്ഞ ചില ഖിസ്സകളിൽ കാണാം. അല്ലാഹു തആല ആലം. പക്ഷെ അതുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. സംസാരത്തിൽ പ്രശ്നമുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മൂസ അലൈഹിസ്സലാം റബ്ബിനോട് ചോദിക്കണം, റബ്ബേ എൻ്റെ നാവിലെ കെട്ടഴിച്ച് നൽകണമേ. എന്തിനു വേണ്ടി? യഫ്ഖഹു ഖൗലി, അവർക്കെൻ്റെ വാക്ക് മനസ്സിലാകാൻ. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മൂസ അലൈഹിസ്സലാം അത് പൂർണ്ണമായി മാറ്റാനല്ല ദുആ ചെയ്തത്. എൻ്റെ വാക്ക് അവർക്ക് വൃത്തിക്ക് മനസ്സിലാകാനുള്ള ഒരു ശിഫാ തരണം. കാരണം അള്ളാഹുവിൻ്റെ നബിമാരുടെ പൊതുവെയുള്ള രീതിയായിരുന്നു, ദുനിയാവിൻ്റെ കാര്യങ്ങൾ അവർ ആവശ്യത്തിനേ ചോദിക്കുള്ളൂ, എൻ്റെ അപ്പുറത്തേക്ക് ചോദിക്കുകയില്ല എന്ന്. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിയിട്ടും എന്തായിട്ടില്ല? മൂസ അലൈഹിസ്സലാമിൻ്റെ വാക്ക് ആ സഹോദരൻ ഹാറൂനെ പോലെ ഫസീഹല്ല, മറിച്ച് സംസാരത്തിൽ പ്രശ്നമുണ്ടായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, സന്ദർഭവശാൽ ഞാൻ പറയട്ടെ, ഇത് പിന്നീട് പറയേണ്ടതാണ്, പക്ഷേ ഈ പാഠം വലിയ പാഠമാണ്. ഫിറഔൻ മൂസ അലൈഹിസ്സലാമിനെ ഇത് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഫിറഔൻ പറഞ്ഞു, അലൈസ ലി മുൽക്കു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ അം അന ഖൈറുൻ മിൻ ഹാദ അല്ലദി ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ. നിങ്ങൾ കാണുന്നില്ലേ, എനിക്കാണ് മിസ്റിൻ്റെ അധികാരം, ഈ നദികളൊക്കെ എൻ്റെ കീഴിലാണ് ഒഴുകുന്നത്, ഞാനിതാ ഇവനേക്കാൾ ശ്രേഷ്ഠനല്ലേ, മഹീനായ വിലയില്ലാത്ത ആൾ. അതുപോലെ വലാ യകാദു യുബീൻ, വൃത്തിക്ക് സംസാരിക്കാൻ, വ്യക്തമായി സംസാരിക്കാൻ പറ്റാത്ത ആൾ. എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ, ഇവൻ്റെ കൂടെ മലക്കുകൾ ഇറങ്ങുന്നില്ല? എന്തുകൊണ്ട് ഇദ്ദേഹത്തോടൊപ്പം സ്വർണത്തിൻ്റെ വളകൾ ഇദ്ദേഹത്തിന് അണിയിക്കപ്പെടുന്നില്ല? നഊദു ബില്ലാ. ഇതൊക്കെ അവൻ പറയുന്നത് ആരെക്കുറിച്ചാണ്? മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. അവൻ്റെ അഹങ്കാരത്തിൻ്റെ വാക്കാണ്. യാ സുബ്ഹാനല്ലാഹ്, ഖസസുൽ അംബിയ എന്ന ഇമാം ബിൻ കസീറിൻ്റെ ഗ്രന്ഥത്തിൽ ഇമാം ബിൻ കസീർ അതിന് മനോഹരമായ മറുപടി പറഞ്ഞു. ഫിറഔൻ്റെ ഈ 3 വാക്കിനും എന്തൊക്കെയാണ് ഫിറഔൻ പറഞ്ഞത്? സംസാരിക്കാൻ, വ്യക്തമായി സംസാരിക്കാൻ അറിയില്ല, അതുപോലെ എൻ്റെ വളകൾ അണിയിക്കപ്പെടുന്നില്ല, അതുപോലെ എന്തുകൊണ്ട് മലക്കുകൾ വരുന്നില്ല. ഇമാം ബിൻ കസീർ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ സംസാരിക്കാൻ, മുബീനായി സംസാരിക്കാൻ കഴിയില്ല എന്നതിലെന്തു പ്രശ്നം? അള്ളാഹു നേരിട്ട് സംസാരിച്ച ആളാണ് മൂസ അലൈഹിസ്സലാം. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ആരോട് നേരിട്ട് സംസാരിച്ചത്? മൂസ അലൈഹിസ്സലാമിനോട്. പിന്നെ നീ പറയുന്നു എന്തുകൊണ്ട് സ്വർണത്തിൻ്റെ വളകൾ അണിയിക്കപ്പെടുന്നില്ല? സ്വർണത്തിൻ്റെ വള, അതൊക്കെ പെണ്ണുങ്ങളുടെ അലങ്കാരമാണ്, സ്ത്രീകളുടെ അലങ്കാരം. അള്ളാഹുവിൻ്റെ നബിമാർ പൗരുഷത്തിൻ്റെ പ്രതീകങ്ങളാണ്. അവർ പൗരുഷത്തിൻ്റെ പൂർണ്ണത അള്ളാഹുവിൻ്റെ നബിമാരിൽ കാണാം. അല്ലാതെ സ്ത്രീകളുടെ അലങ്കാരം അണിഞ്ഞടക്കുന്നവരല്ല അള്ളാഹുവിൻ്റെ നബിമാർ. എന്നു മാത്രമല്ല, അള്ളാഹു സ്വർഗത്തിൽ ഏറ്റവും നല്ല ആഭരണങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ് അള്ളാഹുവിൻ്റെ നബിമാർ. അവിടെ ആഭരണമുണ്ട്. മൂന്നാമത്തെ അവൻ പറഞ്ഞെന്താണ്? എന്തുകൊണ്ട് മലക്കുകൾ കൂടെ ഇറങ്ങുന്നില്ല? അപ്പോൾ ഇമാം ബിൻ കസീർ പറഞ്ഞു, മലക്കുകൾ കൂടെ വരിക എന്നതിലൊന്നും അത് വലിയ കാര്യമല്ല. ഇനി മലക്കുകളുടെ തൃപ്തി, സ്നേഹം മൂസ അലൈഹിസ്സലാമിനുണ്ട്. മലക്കുകൾ കൂടെ വരിക എന്ന് പറഞ്ഞാൽ മൂസ അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ
നന്മയിൽ താഴെയുള്ള ആളെക്കുറിച്ച് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹ റിളൻ ലിതാലിബിൽ ഇൽം. അറിവ് പഠിക്കുന്ന ഒരാളോടുള്ള തൃപ്തി കൊണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ ചിറക് വിരിക്കും. അവരിങ്ങനെ അറിവിൻ്റെ മജ്ലിസിലൊക്കെ ഇങ്ങനെ അട്ടിയായി മുകൾക്ക് മുകളിൽ കൂടെ വരും. മൂസ അലൈഹി സ്വലാമിനേക്കാൾ എത്രയോ ശ്രേഷ്ഠത കുറഞ്ഞ ആളുകളുടെ കൂടെ വരെ ആരുണ്ട്? മലായികത്തുണ്ട്. പിന്നെയാണ് മൂസ അലൈഹി സ്വലാമിനെ കുറിച്ച് നീ ചോദിക്കുന്നത്. സുബ്ഹാന, എന്ത് മനോഹരമായ ശക്തമായ മറുപടിയാണെന്ന് ആലോചിച്ച് നോക്കൂ. മൂസ നബി അലൈഹി സ്വലാം റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹു റബ്ബുൽ ആലമീൻ നാവിലെ ഈ കെട്ട് അഴിച്ചു കൊടുത്തു. അടുത്ത ചോദ്യം എന്താണ്? വജഅൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി. എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ഈ സഹോദരനെ എനിക്ക് സഹായിയായി നിശ്ചയിച്ചാലും. മറ്റു ചില ആയത്തുകളിൽ കാണാം, വഅഖി ഹാറൂൻ ഹുവ അഫ്സഹു മിന്നി ലിസാനൻ ഫഅർസിൽഹു മഅയ യരീദു അൻ യുസദ്ദിഖുനി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ. എൻ്റെ സഹോദരൻ ഹാറൂൻ എന്നെക്കാൾ നന്നായി സംസാരിക്കും, അതുകൊണ്ട് ഹാറൂനെ നീ റസൂലായി നിയോഗിക്കണം. റബ്ബേ, എന്നെ അവർ കളവാക്കുമെന്ന് വിശ്വസിക്കുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, ഖാല ഖദ് ഊതീത സുഅലക യാ മൂസ. സൂറത്ത് താഹയിൽ നമുക്ക് കാണാം, മൂസ നീ ചോദിച്ചതെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു. യാ സുബ്ഹാന. പണ്ഡിതന്മാർ പറഞ്ഞു, മൂസ അലൈഹിസ്സലാമിന് അള്ളാഹുവിങ്കലുള്ള വിജാഹത്ത് എത്ര വലിയ സ്ഥാനമാണുള്ളത് എന്നതിനുള്ള തെളിവാണ്. മൂസാ നബിയെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വകാന ഇൻദല്ലാഹി വജീഹ. അള്ളാഹുവിങ്കൽ വജീഹാണ് ആര്? മൂസ അലൈഹിസ്സലാം. വജീഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത്രയും സ്ഥാനമുണ്ട്. ചോദിച്ചത് അതുപോലെ എന്തായി ചോദിച്ചാൽ ആലോചിച്ച് നോക്കി. റബ്ബെ, എൻ്റെ സഹോദരനെയും കൂടി നബിയാക്കണം, വഹി നൽകണം. അള്ളാഹു വഹി നൽകുകയാണ് മൂസ അലൈഹിസ്സലാം പറഞ്ഞ ആൾക്ക്. അല്ലാഹു അക്ബർ. മൂസാ നബിയുടെ സ്ഥാനം എത്ര വലുതാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്, ദുനിയാവിൽ ഒരു സഹോദരന് ഏറ്റവും വലിയ ഉപകാരം ചെയ്ത സഹോദരൻ മൂസ അലൈഹിസ്സലാമാണ്. തൻ്റെ സഹോദരന് ഏറ്റവും വലിയ ഉപകാരം ചെയ്ത സഹോദരൻ ആരാണ്? മൂസാ നബി അലൈഹിസ്സലാമാണ്. കാരണം എന്താ? സഹോദരനെ നബിയാക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹു നബിയാക്കി. നുബുവത്തിനേക്കാൾ, റിസാലത്തിനേക്കാൾ ഇനിയൊരു പദവി അറിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അതിനേക്കാൾ ശ്രേഷ്ഠൻ ആരുണ്ട്? ആരുമില്ല. അള്ളാഹുവിൻ്റെ റസൂലാണ് പടപ്പുകൾ ഏറ്റവും ശ്രേഷ്ഠർ. അതാണ്, ആ സ്ഥാനമാണ് ഹാറൂൻ നബിക്ക് കിട്ടിയത്. ആരുടെ ദുആ കൊണ്ട്? സഹോദരൻ, അനുജനായ മൂസ അലൈഹിസ്സലാമിൻ്റെ ദുആ കൊണ്ട്. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിൻ്റെ വേളയിൽ കണ്ടിട്ടുണ്ട് ഈ രണ്ട് നബിമാർ. അഞ്ചാമത്തെ ആകാശത്തിൽ സഹോദരനാണ് ഹാറൂൻ അലൈഹിസ്സലാം. ആറാമത്തെ ആകാശത്തിൽ മൂസാ നബിയാണ്. ഏഴാമത്തെ ആകാശത്തിൽ ബൈത്തുൽ മഅമൂർ ചാരി, ആകാശത്തെ കഅബയായ ബൈത്തുൽ മഅമൂർ ചാരി ആരിയിരിക്കുന്നുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പം നോക്കൂ, മൂസ അലൈഹിസ്സലാം ഇങ്ങനെ ദുആ ചെയ്തു. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് സ്വീകരിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് രണ്ടുപേരോടും പറയുക, നിങ്ങൾ ചെല്ലുക. ആരുടെ അരികിലേക്ക്? ഫറഔനിൻ്റെ അരികിലേക്ക് ചെല്ലുക. അവർ പറഞ്ഞു, റബ്ബേ, കൊന്നുകളയും എന്ന് പേടിയാവുന്നു. അല്ലാഹു പറഞ്ഞു, ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറ. നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അള്ളാഹു അവരോട് പറഞ്ഞു, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ. ഫഖൂലാ ലഹു, നിങ്ങൾ രണ്ടുപേരും അവനോട് പറയുക, ഖൗലൻ ലയ്യിനൻ, സൗമ്യമായ വാക്ക് പറയുക. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, അവൻ ചിന്തിക്കുകയോ അള്ളാഹുവിനെ ഭയപ്പെടുകയോ ചെയ്തേക്കാം. തഫ്സീറുകൾ നമുക്ക് കാണാം. അഥവാ നീ അവനോട് പറയുക, ഫിറഔൻ, നിനക്കൊരു റബ്ബുണ്ട്, നമ്മളെല്ലാം ഒരുമിച്ച് ചേരുന്ന ലോകം, പരലോകം വരാനുണ്ട് എന്നിങ്ങനെ സൗമ്യമായ വാക്ക് അവൻ്റെ അരികിൽ ചെന്നുകൊണ്ട് പറയുക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചതും അതാണല്ലോ, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ. നീ ജനങ്ങളെ ക്ഷണിക്കുക ബിൽ ഹിക്മത്തി, ഹിക്മത്തോടെ, യുക്തിയോടെ, നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട്, വൽ മൗഇദത്തിൽ ഹസന, സതുപദേശം കൊണ്ട്, വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ, അവരോട് ഏറ്റവും നല്ല നിലക്ക് നീ സംവദിക്കുക. വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹി അഹ്സനു ഇല്ല അല്ലദീന ളലമു മിൻഹും. അഹ്ലുൽ കിതാബിനോട് ഏറ്റവും നല്ല നിലക്കല്ലാതെ നീ സംസാരിക്കരുത്, സംവദിക്കരുത്, അവരിൽ നിന്ന് അക്രമം ചെയ്തവരോട് ഒഴികെ. നോക്കൂ, അള്ളാഹു പറഞ്ഞത്
ഹിക്മത്തോടെ സംസാരിക്കുക, ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്ത് അതിൻ്റെ വാക്ക് പറയുക. അതുപോലെ മൗഇള, വഅലിൻ്റെ അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ? മൗഇള എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമ്രും നഹിയും, കൽപ്പനയും അതുപോലെ വിലക്കും പറയുക. അതിൻ്റെ കൂടെ തർഹീബും തർഹീബും ഉണ്ടായിരിക്കുക. അതിൻ്റെ കൂടെ സ്വർഗം പറഞ്ഞ് ആശ നൽകലും നരകം പറഞ്ഞ് ഭയപ്പെടുത്തലും ഉണ്ടായി. ഇതിനാണ് എന്ത് പറയുക? വഅൽ എന്ന് പറയാം. വഅൽ എന്ന് പറഞ്ഞാൽ കേവലം ഇത് ചെയ്യരുതെന്ന് പറയലല്ല, പിന്നെ അതിൻ്റെ കൂടെ അവന് പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഇതിനുള്ള പ്രതിഫലം പറയുക, അതുപോലെ നരകം പറയുക, ഭയപ്പാടുണ്ടാക്കുന്ന, ഇതിനാണ് എന്ത് പറയുക? വഅൽ എന്ന് പറയുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, വഅദ് ആവശ്യമാവുക ആർക്കാണ്? ഒരു തരം ഇഅറാദ്, ഒരു അത്ര ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന, അശ്രദ്ധനായി ജീവിക്കുന്ന, തിരിഞ്ഞു കളയുന്ന, ഗഫലത്തിൽ കഴിയുന്ന, അവഗണിച്ചു പോകുന്നവൻ എന്തു വേണ്ടി വരും? വഅൽ വേണ്ടി വരും. അവനോട് നീ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഹറാമാണ്, ഇത് വാജിബാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്തുകൂടി വേണ്ടി വരും? അവനോട് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് കൂടി പറയേണ്ടി വരും. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം മനോഹരമായൊരു വാക്ക് പറഞ്ഞു. അതേസമയം മുഖ്ബിലായ ഒരാളുണ്ടാവും, അഥവാ അവനൊരിക്കലും ദീൻ അവഗണിച്ച് കളയുന്നവനോ അശ്രദ്ധനോ ഒന്നുമല്ല, ഖൈറിനോട് അങ്ങേറ്റ താല്പര്യമുള്ള അതിന് മുന്നോട്ട് വന്നവനാണ്. അവന് കൂടുതൽ ആവശ്യം അതിനേക്കാളും അമ്രും നഹിയുമാണ്. എന്ന് പറഞ്ഞാൽ ഇതാ ഇന്നൊക്കെ വാജിബാണ്, ഇന്നൊക്കെ ഹറാമാണ്. കാരണം അവൻ സ്വീകരിക്കാൻ തയ്യാറായി വന്നവനാണ്. മനസ്സിലായില്ല? അവൻ സ്വീകരിക്കാൻ, അവൻ്റെ പ്രശ്നം എന്തല്ല, അവന് അള്ളാഹ് പേടിയില്ലാത്തോ അല്ലെങ്കിൽ സ്വർഗം ആഗ്രഹിക്കാത്തോ നരകം പേടിയില്ലാത്തോ അല്ല അവൻ്റെ പ്രശ്നം, അതിൽ കുറവല്ല അവൻ്റെ പ്രശ്നം. അതൊക്കെ മുന്നിൽ വന്നവനാണ്. അവൻ എന്ത് വേണം? അമ്രും നഹിയും ആവശ്യമാണ്. അപ്പം ഇതൊക്കെ സുബ്ഹാനല്ലാഹ് പണ്ഡിതന്മാർ അതാതിൻ്റെ തോതിൽ പഠിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും വാള് മാത്രം ജനങ്ങളൊന്നും പഠിപ്പിക്കൂല, ഹറാമ ഹലാലുകളെ കുറിച്ച് പറയില്ല, വാജിബുകളെ കുറിച്ച് പറയില്ല, അങ്ങനെയല്ല. അത് എപ്പോഴും ഇത് മാത്രം ഒരു തരം വരണ്ട മസാലകൾ മാത്രം, ഹറാം, വാജിബ്, ഹറാം, ഇത് മാത്രം, സ്വർഗനരകങ്ങളെക്കുറിച്ച് തർഹീബ് തീരെയില്ല, അങ്ങനെയുമല്ല. ഓരോന്നും അതിൻ്റെതായ സന്ദർഭത്തിൽ ഇത്ര മനോഹരമായിട്ടാണ് പണ്ഡിതന്മാർ ഇത് പഠിപ്പിച്ചു നോക്കൂ. അതാണ് നമ്മൾ പറയുന്നത്. ദഅവത്തിന് എന്തുണ്ട്? അതിൻ്റെ മൻഹജുണ്ട്. തോന്നിയതുപോലെ ദഅവത്തല്ല. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, അതുപോലെ ഏറ്റവും നല്ല രൂപത്തിലാവുമായ ജിദാൽ നടത്തുക. ജിദാൽ എന്ന് പറഞ്ഞാൽ സംവാദം, തർക്കം എന്നൊക്കെ. അതിൻ്റെ സമയവും സന്ദർഭവുമുണ്ട്. അത് പാടില്ലാത്ത ഇടങ്ങളുണ്ട്, അതിൽ നിന്ന് ദൂരെ മാറി നിൽക്കേണ്ട ഇടങ്ങളുണ്ട്. അതിന് ദഅവക്ക്, പ്രബോധനത്തിന് അതിൻ്റെ മൻഹജുണ്ട്. അതറിയാതെ വിവരമില്ലാത്തവർ അതിനിറങ്ങിയാൽ എന്ത് വലിയ അപകടങ്ങളും ദുരന്തങ്ങളും അതുകൊണ്ട് സംഭവിക്കും. മനസ്സിലായില്ലേ? ദുനിയാവിൽ ആരും കേൾക്കാത്തൊരു ശുഭത്ത് ഇവ മാത്രം എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ എടുത്തിടുക, ഒരു ആശയക്കുഴപ്പം, എന്നിട്ട് അതിന് മറുപടി പറയാം. ചിലപ്പോൾ ഇവൻ്റെ മറുപടി വളരെ ദുർബലമായിരിക്കും. ആളുകളുടെ മനസ്സിൽ ഈ ശുഭത്ത്, ഈ ആശയക്കുഴപ്പം പതിഞ്ഞിട്ടുണ്ടാവും, മറുപടി ഒട്ടും പതിഞ്ഞിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പല രൂപത്തിൽ ഇതിന് അബദ്ധങ്ങൾ സംഭവിക്കും. പല അബദ്ധങ്ങൾ ദഅവത്തിൽ സംഭവിക്കും. അതിൻ്റെ മൻഹജ് യഥാർത്ഥത്തിൽ പഠിച്ചിട്ടില്ല എങ്കിൽ ആത്മാർത്ഥത ഉണ്ടാവും. എങ്ങനെയെങ്കിലും ആളുകൾ ദീനിൽ വരാം, എങ്ങനെയെങ്കിലും നിരീശ്വരവാദികളൊക്കെ തോൽപ്പിക്കണം എന്നായിരിക്കും ചെയ്യുന്നവൻ്റെ ഉദ്ദേശം. പക്ഷേ ഉദ്ദേശം മാത്രം നന്നായിട്ട് കാര്യമില്ല, അതിൻ്റെ രീതിയുണ്ട്. അതല്ല എങ്കിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ നോക്ക്, ഇതെല്ലാം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള, ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള പാഠങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനോട് പറയുമ്പോൾ പോലും ആദ്യം എങ്ങനെ പറയാനാണ് മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞത്? ഖൗലൻ ലയ്യിനൻ, സൗമ്യമായ വാക്ക് പറയുക. അവൻ ആരാണ്? സുബ്ഹാനല്ലാഹ്, താനാണ് റബ്ബെന്ന് പറയുന്ന കൂട്ടിയ കാഫറാണ്, അങ്ങേയറ്റത്തെ ധിക്കാരൻ. പക്ഷെ അവനോട് പോലും അല്ലാഹു റബ്ബുൽ ആലമീൻ ലയ്യനായ വാക്കാണ് പഠിപ്പിച്ചത്. അത് പറയുക എന്ന് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ സലഫുകൾ, മുൻഗാമികൾ പഠിപ്പിച്ച വലിയൊരു പാഠമുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഫിർഔനോട് സൗമ്യമായ വാക്ക് പറയാൻ പറഞ്ഞു. ആരാണ് പറഞ്ഞത്? റബ്ബാണ് പറയുന്നത്, അള്ളാഹു ആണ് പറയുക. എന്താണ് റബ്ബിനെ കുറിച്ച് സൗമ്യമായ വാക്ക്? ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം. ഇതാ, അള്ളാഹു അവൻ പുറത്തു തരും, റഹ്മത്ത് ചൊരിയും, അവനനുസരിച്ചാൽ അവൻ അങ്ങനെ നൽകും, ഇങ്ങനെ നൽകും. അള്ളാഹുവിനെ കുറിച്ച് മഹബ്ബത്തുണ്ടാക്കുന്ന വാക്ക് യതഹബ്ബബു റബ്ബ് എന്ന് പറയും. റബ്ബ് അവനെ സ്നേഹിക്കാൻ പറയുകയാണ്. റബ്ബ് സുബ്ഹാനല്ലാഹ് അവൻ സ്വയം ഇതാ എന്നെ സ്നേഹിക്കൂ എന്ന് സൂചിപ്പിക്കുകയാണ് ഇതിലൂടെ. ആരോട്? ഇത്രയും വലിയ ധിക്കാരിയോട്. ചില മുൻഗാമികൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, എങ്കിൽ
അള്ളാഹുവിനെ സ്നേഹിക്കുകയും അവനിൽ വിശ്വസിക്കുകയും അവനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനോട് റബ്ബ് എങ്ങനെയായിരിക്കും? ആലോചിച്ച് നോക്കൂ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനോട് ഈ കൊടിയ ധിക്കാരം പ്രവർത്തിച്ചവനെയും അവനിലേക്ക് വിളിക്കുകയാണ് എങ്കിൽ അള്ളാഹു അവനിൽ വിശ്വസിക്കുന്ന, അവനെ ഇബാദത്ത് ചെയ്യുന്ന, അവനെ വിളിച്ചു തേടുന്നവനോട് എന്തായിരിക്കും? അതുകൊണ്ട് റബ്ബിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നീ ഒരിക്കലും നിരാശനാവരുത്. അള്ളാഹു റബ്ബുൽ ആലമീൻ നീ അവനിലേക്കൊരു ചാണെടുത്താൽ ഒരു മുഴമെടുക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നീ അവനിലേക്ക് ഒരു ചാണെടുത്താൽ ഒരു മുഴമെടുക്കുന്നവൻ, അവനിലേക്ക് നീ നടന്നെടുത്താൽ നിന്നിലേക്ക് ഓടിയെടുക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതിനെക്കുറിച്ച് എപ്പോഴും പ്രതീക്ഷയുള്ളവരായിരിക്കണം. അവനിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ടേയിരിക്കണം. നന്മകൾ ചെയ്യുന്ന അള്ളാഹു സ്വീകരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഹുസ്നുൽ ظن, നല്ല വിചാരം റബ്ബിനെ കുറിച്ച് എപ്പോഴും ഉണ്ടാകണം. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും. അള്ളാഹു ചോദിച്ചില്ല, നിങ്ങൾ നന്ദി കാണിച്ചാൽ, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹു എന്ത് ചെയ്യാനാണ്? അള്ളാഹു ചോദിച്ചതാണ്. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും. നിങ്ങൾ നന്ദി കാണിച്ചാൽ, നിങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചാൽ, നിങ്ങളുടെ ഈമാനും ശുക്റും ഉണ്ടെങ്കിൽ നിങ്ങളെ ശിക്ഷിച്ചിട്ട് റബ്ബ് എന്ത് ചെയ്യാനാണ്? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. റബ്ബിൽ നല്ല പ്രതീക്ഷയുള്ളവരാകണം, അവൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുള്ളവരാകണം. നീ അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു? അള്ളാഹു അങ്ങനെയാണ്. ഇൻദ ظن عبدي بي فليظن عبدي بي ما يشاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു ഞാൻ അവൻ അങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ അടിമ എന്നെക്കുറിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചോളട്ടെ. നല്ലത് വിചാരിച്ചാൽ അള്ളാഹു നിനക്ക് അങ്ങനെയായിരിക്കും. ഒരിക്കലും റബ്ബിനെക്കുറിച്ച് മോശം വിചാരിക്കരുത്. ഇങ്ങനെയാണ് മൂസ അലൈഹിസ്സലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അവൻ പഠിപ്പിച്ച എന്ത് പറയണം എന്ന അവൻ്റെ പാഠവുമായി ഫറഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ, അവിടെയുള്ള സംഭാഷണങ്ങളും അതിനുശേഷമുള്ള കാര്യങ്ങളും വരുന്ന ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അല അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.